എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കുന്നു കരുതുന്നു. കാണാത്തവരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ ഇന്ന് നവംബർ 18 കേട്ടോ. നവംബർ 18 ഇന്ന് നവംബർ 19 പക്ഷേ നവംബർ 18 ഒമാൻ്റെ ദേശീയ ദിനമാണ്, നാഷണൽ ഡേ. അപ്പോൾ ആ ദിവസം ഇവിടെ ഫയർ വർക്ക്സൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളത് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് വൈകിയിട്ടുണ്ട്, നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളതിൻ്റെ മുന്നേ വളരെ നേരത്തെ പോയാലാണ് 8 മണിക്ക്, ഇവിടുത്തെ രാത്രി 8 മണിക്കാണ് ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ദൂരക്കാഴ്ചയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും നിയറസ്റ്റ് എത്താൻ പറ്റിയില്ല. നമ്മൾ സാധാരണ നേരത്തെ പോയിട്ടൊക്കെ ഇടം പിടിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത് നടന്നില്ല. നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ദേശീയ ദിനം 18 പക്ഷേ ആ ദിവസം നമ്മൾ വോയിസ് കൊടുക്കുന്നത് 19 നമ്മൾ 18 വൈകുന്നേരമായിരുന്നു ഈ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അത് കേൾക്കണം. ഓക്കെ. 1650 പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ നിന്ന് ഒമാനിൽ ലഭിച്ച സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ ഈ അവധി എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ ഒരു ലീവിൻ്റെ തുടക്കം കൂടിയാണ്. അതായത് നവംബർ 19 ഒമാൻ സുൽത്താൻ, മുന്നേ ഉണ്ടായിരുന്ന ഒമാൻ സുൽത്താൻ 1970 മുതൽ 2020 വരെ 50 വർഷത്തെ ഭരണാധികാരി. ആ സമയത്ത് കാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ പൊതു അവധി കൂടിയാണ് ഈ ദിവസം വരുന്നത്. അപ്പോൾ ഈ ലീവുകൾ വരുന്നത് ഏതെങ്കിലും ഇപ്പോൾ വാരാന്ത്യം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പൊതുജന താല്പര്യാർത്ഥം, കാരണം വില്ലേജുകളിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാനും അത് ലീവ് ഉപയോഗിക്കേണ്ട താല്പര്യാർത്ഥം അതിനെ ആ ലീവിനെ പരിഷ്കരിച്ചിട്ട് അവസാനത്തേക്കൊക്കെ കൊടുക്കാറുണ്ട്, നവംബർ ലാസ്റ്റിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് പക്ഷേ 18 തീയതി ഈ ദേശീയ ദിനമായിട്ട് ആഘോഷിക്കുന്ന നവംബർ 18 തീയതിയിൽ ഹോളിഡേ അല്ല. ആ ദിവസങ്ങളിൽ എല്ലാ സ്ഥലത്തും ആഘോഷങ്ങളെല്ലാം ഉണ്ടായിരിക്കും, ഓഫീസുകളിലും എല്ലാം. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയിട്ടുള്ള ഒരു യാത്രയുടെ പിന്നാലെ, അതിൻ്റെ തൊട്ട് പിന്നാലെ പോർച്ചുഗീസുകാർ ഒമാനിലെത്തി. അങ്ങനെ ഒമാൻ്റെ ചില ഒമാനിലെ തുറമുഖങ്ങളൊക്കെ കൈപ്പെടുത്തിയിട്ട് അവർ ഒമാനിനെ ശക്തിപ്പെടുത്തി. അത് 1507 മുതൽ ഒമാൻ്റെ പ്രദേശങ്ങളെ കൈവശപ്പെടുത്തിയിട്ട് അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ ഒമാനെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ളൊരു തുറമുഖങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ അത് അങ്ങനെ ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ട് അതിലിങ്ങനെ അതൃപ്തി തോന്നിയ ഒരു ഒമാനിലെ അലിയരീബി വംശജർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബ്രിട്ടീഷുകാർക്ക് അവരുടെ തുറമുഖങ്ങളിൽ അവകാശം അനുവദിക്കാനുള്ളൊരു ഉടമ്പടി സമ്മതിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ബ്രിട്ടീഷുകാർക്ക് അവരുടെ തുറമുഖങ്ങളെല്ലാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസ് നിയന്ത്രണം സ്വാഭാവികമായിട്ടും ദുർബലമായി, ശക്തി കുറഞ്ഞു അതിന്. പിന്നെ 1650 നവംബർ 18 ഇമാം സുൽത്താൻ ബിൻ സെയ്ഫ് ഒരു കലാപത്തിന് നേതൃത്വം നൽകിയിട്ട് അങ്ങനെ പോർച്ചുഗീസുകാരെ ഒമാൻ തുറമുഖങ്ങളിൽ നിന്നും പുറത്താക്കി. അതാണ് യഥാർത്ഥത്തിൽ നവംബർ 18 ആ ദിവസം നമ്മൾ ഒമാൻ്റെ സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് തന്നെ 1650 ഇതുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പഴക്കേറിയ ചരിത്രം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത്. പിന്നെ ഇതിലിപ്പോൾ ലീവ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ലാസ്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആൾക്കാരൊക്കെ വില്ലേജുകളിലേക്ക് പോകാനും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കും. അത് നമ്മുടെ വീഡിയോകളിലൊക്കെ കാണുന്നുണ്ട്. അത് പരേഡിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇതിന് ആഘോഷങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് 18 തീയതി ലീവ് അല്ല എന്ന് പറഞ്ഞല്ലോ. സ്കൂളുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെ പിന്നെ കൊടികളെല്ലാം കണ്ടില്ലേ? വണ്ടികളിലും മോഡിലും എല്ലാ സ്ഥലത്തും കൊടികൾ കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് നവംബർ 18 നാഷണൽ ഡേയുടെ ദിവസം സ്കൂളുകളിലെല്ലാം ഒമാൻ്റെ ദേശീയഗാനായ അസ്സലാം സുൽത്താനി എന്നുള്ള ദേശീയഗാനം ആലപിക്കാറുണ്ട്. വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ആഘോഷിക്കുന്നത്.
ഫയർ വർക്ക്സ് ആണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ വിവിധ മത്സരങ്ങളുണ്ടാവും. ഒട്ടക മത്സരം, പിന്നെ റൈഡിങ്, പരേഡ്, പിന്നെ അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ പ്രദർശനങ്ങൾ, പിന്നെ മറൈൻ ഫെസ്റ്റിവൽ, പിന്നെ 5 വർഷത്തിലൊരിക്കലാണെങ്കിൽ സൈനിക പ്രദർശനം, ഇതെല്ലാം ഉൾപ്പെടാറുണ്ട്. പിന്നെ ഇപ്പോൾ ലീവ് നവംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ റോഡുകളെല്ലാം ഇത്രയും കൺജസ്റ്റഡ് ആയിരിക്കും, ട്രാഫിക് ആയിരിക്കും, കാരണം അങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഫയർ വർക്ക്സ് ആസ്വദിക്കാം. അവിടെ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും, ഒച്ചയും കാണലും ഭയങ്കര അടുത്തേക്ക് തോന്നുന്നുണ്ടാവും. നാളെ ഉണ്ടാവും, 3 ദിവസം ഉണ്ടാവാറുണ്ട്. ഡിസൈൻസ് ഉണ്ട് കേട്ടോ, നോക്ക് കൂടുതൽ കൂടുതലാവാൻ തുടങ്ങി.
എടുത്തിട്ടുണ്ട് ട്രൈപ്പോഡ് ഫിക്സ് ചെയ്യാറിയ നിന്റെ ഫോൺ വെക്കാലോ അവരുണ്ടായിക്കോട്ടെ കുറേ പേര്
നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഫയർ വർക്ക്സ് ഇത്രയും കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 8 മണി മുതൽ 8:30 വരെയായിട്ട് സമയം കൃത്യം 30 മിനിറ്റ് ആയിരുന്നു. പിന്നെ ഫ്ലാഗുകളാണ് അതിന് മുകളിലൊക്കെ ഫ്ലാഗുകളുണ്ട്. പിന്നെ ലൈറ്റ് പ്രാവശ്യം മറ്റേ എയർപോർട്ട് മുതൽ അങ്ങോട്ട് റൂബി പറഞ്ഞ സ്ഥലം വരെയൊക്കെ നിറയെ തൂക്കിയിട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓർമ്മയില്ല, മറ്റൊരു നിറയെ അവിടെയൊക്കെ കാണാറുണ്ട്. ഇപ്പം അത്ര കാണുന്നില്ല. ഇത് ഒമാൻ്റെ ബസ്സാണ് കേട്ടോ അത് കണ്ടത്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. പിന്നെ ഇതിപ്പോൾ ഈ ഭാഗം അവിടെ നിന്നുള്ള തിരക്കുകൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മളും വ്ളോഗ് നിർത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് പറയുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇത് കുറച്ച് പച്ചപ്പും ഒക്കെ കൂടിയതാണ് ഒമാൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഒരു 8:30 ആണ് കേട്ടോ സമയം. 8:35 ഉള്ളിലുള്ള സമയമാണ്. ഇതാ നമ്മൾ ഇത് ഹോസ്പിറ്റലുകളാണ്. അപ്പോളോയും NMC ആണ് തൊട്ടടുത്ത അപ്പുറത്തുമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഫുള്ള് ഒമാൻ്റെ പോലീസിൻ്റെ വണ്ടിയാണ്, ഒമാൻ്റെ പോലീസിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ വീട് വരാണ്. അപ്പോൾ അത് അവിടെയെല്ലാം നിറയെ അതൊക്കെ ഫ്ലാഗിൻ്റെ കളറിൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഹോസ്പിറ്റലുകളും അങ്ങനെ മെയിൻ ബിൽഡിങ്ങുകളും എല്ലാം തന്നെ അങ്ങനെ കൊടുത്തിട്ടായിരിക്കും. പിന്നെ റോഡ് സൈഡിലാണ് ഈ ലൈറ്റിന് കുറവെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറച്ചിങ്ങനെ നോക്കി നമ്മൾ. പിന്നെ ഇവിടെ എന്താ ഇഷ്ടമായി ഇവിടെ ഒരു റിസൈൽ റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറയാം. അവിടേക്ക് പോകുന്നതിന് മുന്നേ ക്ലോക്ക് ടവറാണ്. പിന്നെ എന്താ ഇതിന് മുന്നിലൊരു മെയിൻ ബിൽഡിങ്ങിൻ്റെ ബഹജ, അതിൽ ലുലു ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ സാധാ പോലെ തന്നെ കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒമാനിലുള്ളവർക്ക് പുതുമ തോന്നുന്നത് എന്തിനാണ് കാണിക്കുന്നത് തോന്നിയാലും എല്ലാവരും കാണണം. പല പ്രാവശ്യമായിട്ട് ഞാൻ പറയണം എല്ലാവരും കാണണം എന്നുള്ളത്. വീഡിയോ ഞാൻ പറയുന്നില്ല. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും സുഖമാണ്. ഇനി കൂടുതൽ വീഡിയോകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വീഡിയോകളായിട്ട് വരണം, നല്ല വീഡിയോകൾ കൊണ്ടുവരണമെന്ന് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മൾ ലുലു എത്തിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ലുലുവിൽ പോകുന്നത്. പിന്നെ നാഷണൽ ഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓഫറുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫുഡ് മാത്രം വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താൻ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ, അൽമീറ. കണ്ടില്ലേ ബിൽഡിങ്ങിൻ്റെ ഇത് നല്ല രസമാണ്. പിന്നെ അവിടെ കുറേ കോഫി ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ വേവ് മസ്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കൂടെ വന്നതാണ്. അപ്പോൾ എല്ലാവരും